വിജയ, പഹയ, അനക്ക് ഗവർണർ ജനങ്ങളുടെ ഇടയിലൂടെ നടന്നതുപോലെ നടക്കുവാൻ ഉറപ്പുണ്ടോ? 100 അകമ്പടി വാഹനങ്ങളുടെയും പോലീസ് യൂണിഫോം ഇട്ട ഗുണ്ടകളുടെയും വടിവാളുമായി നിൽക്കുന്ന ഡിവൈഎഫ്ഐക്കാരുടെ എസ്കോട്ടുമില്ലാതെ തീവട്ടി വിജയനും സഹ റബ്ബർ സ്റ്റാമ്പ് തീവട്ടികൾക്കും ഇന്ന് കേരളത്തിന്റെ നിരത്തുകളിലൂടെ കഴിഞ്ഞ ദിവസം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇറങ്ങി നടന്നതുപോലെ ഇറങ്ങി നടക്കുവാനുള്ള ആർജവുമുണ്ടോ? കാരവാനിൽ ചുറ്റുന്ന തീവട്ടികൾക്ക് അവർക്ക് ഫണ്ട് കൊടുക്കുന്ന സാമൂഹിക വിരുദ്ധരുടെ പൾസ് മാത്രമേ അറിയുവാൻ സാധിക്കൂ. ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിയാലേ അവരുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ, അവരുടെ ദുരിതങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കൂ. ആണുങ്ങൾ വലിച്ചു തള്ളിയ ദിനേശ് ബീഡിക്കുറ്റിയും വല്ലവനും വാങ്ങിത്തന്ന ഭക്ഷണവും കഴിച്ച് രാജ്യത്തെ കൂട്ടിക്കൊടുത്ത് മകളുടെയും സിൽബന്ധികളുടെയും അക്കൗണ്ടുകളിലേക്ക് കള്ളപ്പണവും മേടിച്ചിട്ട് ഒരു പ്രപ്പോസൽ പോലും വായിച്ചു നോക്കുവാൻ ഉപദേശിമാർ വേണ്ടുന്ന അലവലാദികൾ വെള്ളയും ഇട്ട് കോരവാനിൽ കയറി ജനങ്ങളെ മധ്യവിരൽ മടക്കി കാണിച്ചു പോകുന്ന രംഗം കാണുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ കാർക്കിച്ചു തുപ്പുന്നത് കാണുന്നില്ലേ നിങ്ങൾ ആ കണ്ണാടിയിലൂടെ? കേരളത്തിലെ ജനങ്ങളുടെ പൾസ് അറിയുവാൻ ITV ന്യൂസ് നടത്തിയ ഫോക്കസ് ഗ്രൂപ്പ് ഇന്റർവ്യൂവിനോട് ജനങ്ങൾ പ്രതികരിക്കുന്നു. എൻ്റെ പേര് ഗംഗാധരൻ. ഞാൻ തിരുമലയുള്ള ആളാണ്. എനിക്ക് നവകേരള യാത്രയെ സംബന്ധിച്ചിടത്തോളം പറയാനുണ്ടെങ്കിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു യാത്രയുടെ ആവശ്യമില്ല. കാരണം എന്ന് വെച്ചാൽ അവർ പറയുന്ന പോയിന്റ് എന്ന് വെച്ചാൽ ജനങ്ങളുടെ ഇന്ന് അഭിപ്രായം സ്വീകരിച്ച് ഇനിയുള്ള 2.5 വർഷം ഞങ്ങൾ അതുമായിട്ട് മുന്നോട്ട് പോകാം എന്നുള്ളതാണ്. ആ പറച്ചിൽ തന്നെ തെറ്റാണ്. കാരണം എന്ന് വെച്ചാൽ കേരളത്തിലെ 3.5 കോടി ജനങ്ങൾ അതിൽ നല്ലൊരു ഭാഗം വോട്ട് ചെയ്താണ് ഇവരെ രണ്ടാമത് ഭരണത്തിലേക്ക് വരുത്തിയത്. ആദ്യത്തെ 5 വർഷം വളരെ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ രണ്ടാം ടേൺ വന്നപ്പോൾ അവരുടെ ധാർഷ്ട്യം കൂടി. അവരെന്ത് ചെയ്താലും ചോദിക്കാൻ ആളില്ല എന്നൊരു ഇതിലേക്ക് പോയി. ഇപ്പോൾ പറയാണ് സമൂഹത്തിലെ ഉന്നതന്മാരുടെ അഭിപ്രായം കേട്ടുകൊണ്ട് ഞങ്ങൾ നിങ്ങൾക്കുള്ള അഭിപ്രായം സ്വീകരിക്കാം. 1000 പേര് അഭിപ്രായം കേട്ടുകൊണ്ട് ഒരു മന്ത്രിസഭയ്ക്ക് മുന്നോട്ട് പോകാമോ? അവർ 21 പേര് അംഗമുണ്ട്. അതിനാണ് നമ്മൾ അവർ ഇലക്ട്രൽ ബോഡി തിരഞ്ഞെടുത്തത്. അവരവിടെ ഇരിക്കണം. റോഡ് നീളം ഇറങ്ങുകയല്ല അവരുടെ ചെയ്യേണ്ടത്. ജനങ്ങളുടെ ആവശ്യങ്ങൾ അവർ പരിഹരിക്കണം. അതിനാണ് ഓഫീസുകളുള്ളത്. ഓഫീസുകളുടെ പ്രവർത്തനം കാര്യക്ഷമമായി നടക്കുന്നില്ല. എല്ലായിടത്തും സ്റ്റാഫുകളുണ്ട്. ഞാൻ ലേഡീസിനെ കുറ്റം പറയല്ല. പക്ഷേ ലേഡീസ് ഇരിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റിലും കാര്യങ്ങൾ കൃത്യമായി നടക്കുന്നില്ല. ക്ഷേമ പെൻഷൻ ഇവർ ഇലക്ഷൻ ബൈലിൽ മെയിനായിട്ട് പറഞ്ഞല്ലേ ക്ഷേമ പെൻഷൻ 2500 രൂപ ആക്കുമെന്നുള്ളത്. മാസം ഇതുകൊണ്ട് ജീവിക്കുന്ന എത്രയോ പാവങ്ങളുണ്ട്. ഇവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാമോ? സർക്കാർ ജീവനക്കാർക്ക് അതായത് മാസം ശമ്പളം കിട്ടിയില്ലെങ്കിൽ അവരായിരിക്കും ഇവിടുത്തെ ഏറ്റവും വലിയ കടക്കാരായി മാറുന്നത്. സാധനം കൊടുക്കില്ല. ബുദ്ധിമുട്ടുകളുണ്ട് ജനങ്ങൾക്ക്. ഇതുകൊണ്ട് മരുന്ന് വാങ്ങിക്കുന്ന അമ്മച്ചിമാരുണ്ട്. ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് തട്ടിൽ ചായ കുടിച്ചുകൊണ്ടിരുന്ന ഒരാളെ വഴക്ക് പറയുന്നു 3 മാസമായി പൈസ കൊടുക്കുന്നില്ല. ഞാൻ ചായയും വടയും വാങ്ങിച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം ആ കാഴ്ച അമ്മക്കേ അറിയാള്. പൈസ ഇല്ലാത്തവൻ്റെ ബുദ്ധിമുട്ട് പൈസ ഉള്ളവനെ അറിയാള്. പൈസ തന്നെയാണ് എല്ലാത്തിനും പ്രശ്നം. ഇവർ ഉള്ള പൈസ അതാ മാസം തോറും കൊടുക്കണ്ടേ. ഇപ്പം ക്രിസ്മസ് വരുന്നു. ഇനി 3 ദിവസവും 4 ദിവസവും ഉണ്ട്. ഈ പൈസ എങ്ങനെ ആൾക്കാരുടെ കയ്യിലെത്തിക്കും? നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് ജനങ്ങളുടെ കയ്യിലെത്തണം. അതിനു വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. ഈ യാത്രയിൽ അല്ലെങ്കിൽ ഇവർ ഇത്രയും കോടിക്കണക്കിന് പ്രധാനമന്ത്രി പോലും 18 പടി കയറി സ്റ്റെപ്പ് കയറി വിമാനത്തിൽ കയറുന്നു. നമ്മുടെ മന്ത്രിമാർക്ക് 2 സ്റ്റെപ്പ് കയറാനുള്ള ഇതുപോലും അവർ കാണിക്കുന്നില്ല. അങ്ങനെ ജനങ്ങളിൽ എല്ലാ ജനങ്ങൾക്കും ആരും പുറത്ത് പറയുന്നില്ലെന്നേ ഉള്ളൂ. ആകെ പൊറുതിമുട്ടിയിരിക്കുന്ന ഒരു സന്ദർഭമാണ് ജനങ്ങളുടെ ജീവിതം. ആകെ വഴിമുട്ടി നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഇത്രയും വലിയ ഓണത്തിന് സെപ്റ്റംബറിൽ 7 ദിവസത്തെ ഓണാഘോഷ പരിപാടി നടത്തി. നവംബർ 1 മുതൽ 7 വരെ ഒരു പരിപാടി നടത്തി. അതിൻ്റെ കൂടെ ഇപ്പോഴും ഇത്രയും കോടി ചിലവാക്കി ഈ 3 മാസത്തിനിടയിൽ ഇത്രയും പരിപാടി നടത്താൻ നമ്മളെ കേരളം അതിന് ഉതകുന്ന ഒരു സംസ്ഥാനമാണോ? അപ്പോൾ ഇതിനൊക്കെ ജനശക്തമായി പ്രതിഷേധിക്കും, പ്രതികരിക്കും. അതിനുള്ള ഒറ്റ ഇതാണ് നമ്മുടെ ഇലക്ഷൻ എന്ന് പറയുന്നത്. ഇലക്ഷനിൽ നമ്മളത് കൃത്യമായിട്ട് ജനം അതിന് മറുപടി കൊടുക്കും. അന്നേ ഇവരത് മനസ്സിലാക്കുകയുള്ളൂ. അതുകൊണ്ടാണ് എനിക്കിത്രയേ പറയാനുള്ളൂ. കാരണം ഞാൻ ശക്തമായ ഭാഷയിൽ തന്നെ പറയുന്നു, പാവങ്ങൾക്ക് കൊടുക്കാനുള്ള ക്ഷേമ പെൻഷൻ അത് എത്രയും പെട്ടെന്ന് ഒരു കൊടുക്കാനുള്ളൊരു നടപടി കൊടുക്കണം. അല്ല അവരെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരേണ്ട കാര്യം ഒരു സർക്കാരിനും ഇല്ല. അവർ ഇലക്ട്രൽ മെയിനായിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഇത് കൊടുക്കാവുന്നത്. അത് കൃത്യമായിട്ട് കൊടുത്തേ വെക്കുള്ളൂ. ഏത് സർക്കാരാണെന്നും ഇത് പാലിക്കണം. എൻ്റെ പേര് ബൈജു എന്നാണ്. ഞാൻ തിരുമല INTC ആട്ടോ തൊഴിലാളിയാണ്. ഇത്രയും ഈ 10 വർഷം കൊണ്ട് അതല്ല ഇപ്പോൾ ഭരിക്കുന്ന മുഖ്യമന്ത്രി അതായത് ഇത്രയും നവകേരള യാത്ര എന്ന് പറഞ്ഞൊരു യാത്ര സൃഷ്ടിച്ചു. അതിൽ 75 കോടിയാണ് രൂപ ഇതിനു വേണ്ടി ചിലവാക്കിയത്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുമ്പോൾ ഈ വാർദ്ധക്യകാല പെൻഷൻ 4 മാസത്തെ പെൻഷൻ തന്നെ കൊടുക്കാറുണ്ട്. ഈ 4 മാസത്തെ പെൻഷൻ കൊടുക്കാതെയും അത് കഴിഞ്ഞിട്ട് ഈ റോഡിൻ്റെ അവസ്ഥ എന്ന് പറയുമ്പോൾ ദയനീയ അവസ്ഥയാണ്. ഞങ്ങളെപ്പോലുള്ളവർക്ക് വണ്ടി ഓടാൻ നിവർത്തിയില്ല.
അതായത് ഞങ്ങളെയൊക്കെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഒരുപാട് വാർദ്ധക്യമുള്ള അപ്പൂപ്പന്മാരുണ്ട്, അമ്മൂമ്മമാരുണ്ട്. ഇവർ സ്ഥിരമായിട്ട് ബാങ്കിൽ പോകുന്നു, അക്കൗണ്ടിൽ പൈസ വന്നോ പെൻഷൻ വന്നോ എന്ന് അറിയാൻ വേണ്ടിയിട്ടൊക്കെ പോകുന്നു. അതൊക്കെ എന്തിനാണ് അതുപോലെ തന്നെ അയാൾക്ക് സഞ്ചരിക്കാൻ വേണ്ടി 25 ലക്ഷം രൂപ വരെ ഹെലികോപ്റ്റർ യാത്ര, അതിനൊക്കെ എന്തിനാണ്? പിന്നെ അതുപോലെ തന്നെ ആഡംബര ബസ്സിന് തന്നെ 10 ലക്ഷം രൂപ അടുപ്പിച്ച് വരും. അപ്പോൾ ആഡംബര ബസ്സിനെന്ന് വെച്ചാൽ ഇപ്പോൾ ടൂറിസ്റ്റ് ബസ്സിന് 27 ടാക്സ്, പിന്നെ പിടിക്കുന്ന പെറ്റി, ഇത് എല്ലാം കൂടെ അടിച്ച് ഒരു വലിയ എമൗണ്ടാണ് കൊടുക്കുന്നത്. എന്തുകൊണ്ട് വെള്ള കളറാക്കി കൂടെ ഈ വണ്ടിക്ക്? അതല്ലെങ്കിൽ ആഡംബരം കാണിക്കുന്ന ഈ വണ്ടിക്ക് എന്തുകൊണ്ട് പെറ്റി അടിക്കില്ല? അതിൻ്റെ ഇതേപോലെ ഞങ്ങളുടെ ഭരണകാലത്ത്, ഉമ്മൻചാണ്ടി സാറ് ഭരിച്ചിരുന്ന കാലത്ത് ഇത്രയും പെൻഷനോ അല്ലെങ്കിൽ ഈ റോഡിൻ്റെ അവസ്ഥ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ മുഖ്യമന്ത്രി ഭരിക്കുന്ന ഈ നാടിൽ അയാൾ ഭരിച്ചിട്ട് ഇറങ്ങുമ്പോൾ ഇനി അയാൾക്കറിയാം, ഇനി ഈ നാട്ടിൽ ഇയാൾക്ക് സ്ഥാനം ഉണ്ടാവില്ലെന്നറിയാം. അത്രത്തോളം കുട്ടിച്ചോറാക്കിയിട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇതിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളെപ്പോലുള്ള ഓട്ടോ തൊഴിലാളികൾക്ക് ഒരു സ്വിഫ്റ്റ് എന്ന് പറഞ്ഞ ബസ് ഇറക്കിയിട്ടുണ്ട്. സ്വിഫ്റ്റ് 10 രൂപ, ഒരാവശ്യമില്ലാതെ ആവശ്യമുള്ള സമയത്ത് യാത്രക്കാർക്ക് പോകാനോ ഇവിടെ കൂടെ സഞ്ചരിക്കാനോ വണ്ടിയില്ല. 10 രൂപ ബസ് ഇറക്കി ഞങ്ങളെപ്പോലുള്ള ഈ ഫിനാൻസ് മുഴുവനെടുത്ത് ആട്ടോ ഓടുന്ന ആൾക്കാരുണ്ട്. ഞങ്ങളെ യൂണിയനിൽ തന്നെ ഒരുപാട് ആൾക്കാരുണ്ട്. അതിൽ ഈ ഫിനാൻസ് എടുത്തവർ ഈ 10 രൂപ ബസ് ഇറങ്ങിയവർ അവർക്ക് ഫിനാൻസ് അടയ്ക്കാതെ വീടുകളിൽ ഫിനാൻസുകാർ വന്ന് ഇറങ്ങി അവർക്ക് ഒരുപാട് അവരെ ശല്യവും അതായത് കേസും വഴക്കുമായിട്ട് അവർ നടക്കുകയാണ്. ഈ 10 രൂപ ബസ് ഇറങ്ങിയിട്ട് എന്തിനാണ് 10 രൂപ ബസ് ഇറക്കിയത്? 10 രൂപ ബസ് ഇറക്കി കഴിഞ്ഞാൽ ആൾക്കാർക്ക് നേട്ടം വേണം, അല്ലാതെ ഇറക്കിയിട്ട് എന്തിനാണ് ആൾക്കാരെ ദ്രോഹിക്കുന്നത്? അതുപോലെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഇങ്ങനെ ഒരു ഭരണം കാഴ്ചവെക്കൽ, നമുക്ക് ഈ പെൻഷൻ കൊടുക്കാനുള്ളവർക്ക് കറക്റ്റായിട്ട് പെൻഷൻ കൊടുക്കുക, അത് കഴിഞ്ഞിട്ട് നമ്മളെപ്പോലുള്ളവരെ അധികമായിട്ട് ദ്രോഹിക്കാതിരിക്കുക. ഞങ്ങളെപ്പോലുള്ളവരെ ഇന്നലെ ടാക്സും ഇൻഷുറൻസും വാങ്ങിക്കണം. ആ പൈസ കൊണ്ട് ഈ റോഡ് നന്നാക്കട്ടെ. റോഡ് നന്നാക്കിയിട്ട് എന്തിനാണ് ഈ ആഡംബര യാത്ര? ഞങ്ങളെ ഉമ്മൻചാണ്ടി സാർ ഭരിച്ചിരുന്നപ്പോൾ റോഡെല്ലാം പക്കയായിട്ടാണ് ഇട്ട്, പക്കെന്ന് വെച്ചാൽ ചോറ് റോഡിലിട്ട് കഴിക്കാം, ആ രീതിയിലാണ് റോഡിട്ട്. ഇപ്പോഴത്തെ റോഡിൻ്റെ അവസ്ഥയോ? ഞങ്ങളെപ്പോലുള്ളവർക്ക് ജീവിക്കണ്ടേ? ഞങ്ങളെപ്പോലുള്ളവർ മരിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെ കുടുംബങ്ങൾക്ക് ആര് കൊടുക്കും? ഈ ഞങ്ങളെപ്പോലൊക്കെ ആർക്കെങ്കിലും ഇൻഷുറൻസോ എന്തെങ്കിലും ഉണ്ടോ? നമ്മൾ ആട്ടോ ഓടിയാണ് നമ്മളൊരു ജീവിതം. ആ ആട്ടോ എന്ന് പറഞ്ഞാൽ ആട്ടോ തൊഴിലാളികൾ തന്നെ ദ്രോഹിച്ചുകൊണ്ടാണ് ഈ ഒരു ഭരണം കാഴ്ചവെച്ചിരിക്കുന്നത്. ഇനി ഇതേപോലെ ഒരു ഭരണം ഉണ്ടാവരുത്. എന്തിനാണ് ഈ ആഡംബരത്തെ? ആർക്ക് വേണ്ടിയാണ് നവകേരള സദസ്സ്? എന്തിനാണ് വേണ്ടിയാണ്? ആർക്ക് വേണ്ടി? ആരെ ബോധിപ്പിക്കാനാണ്? ഇയാൾ ഇറങ്ങുന്ന ഒരു സ്ഥലത്തുനിന്ന് പറഞ്ഞുകൂടെ? ഇയാളെ തെറ്റുകളെ കുറിച്ച് പറഞ്ഞുകൂടെ? എന്തിനാണ് ആവശ്യമില്ലാതെ ഈ വാർദ്ധക്യകാല പെൻഷൻ പോലും ഒരുപാട് വിഷമത്തോടെ ഒരുപാട് സങ്കടത്തോടെ എന്നാണ് ഈ വാർദ്ധക്യകാല പെൻഷൻ കൊടുത്തിട്ട് 4 മാസത്തെ പെൻഷൻ. 4 മാസത്തെ പെൻഷൻ എത്ര? ഈ 75 കോടി നിന്ന് ഒരുപാട് പേർക്ക് ഈ പെൻഷൻ കൊടുത്ത് ക്ലിയർ ചെയ്യാൻ പറ്റും. പക്ഷേ ഞങ്ങൾ ഉമ്മൻചാണ്ടി സാർ പറഞ്ഞ് ഇത്ര ആഡംബരമായിട്ട് ഒരു ഏരിയയിലായാലും സാർ വന്നിട്ട് നല്ലപോലെ പോവുകയും ചെയ്യും. പക്ഷേ ഈ ഒരു ഏരിയയിൽ പോയി ഇപ്പോൾ കരിങ്കൊടി വരെ കാണിക്കുന്നുണ്ട്. ഒരാളുടെ ഇഷ്ടമാണ് ആ ആൾ ഏത് വേഷം ധരിക്കുന്നുള്ളൂ. ഒരു കറുത്ത വേഷം ഇട്ടുകൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ അയാളുടെ പോലീസുകാരെ ആൾക്കാർ അടിയാണ് കൊടുത്ത് അടിച്ച് പൊട്ടിക്കുകയാണ് ചെയ്യണത്. അവർ ഓർഡർ ഇടുന്നു, അടിച്ച് പൊട്ടിക്കാൻ. ഇനി എസ്കോർട്ട് പോകുന്ന വാങ്ങലാണ് അവരെ ഇടിച്ച് തെറിപ്പിക്കാൻ. ഞങ്ങൾക്ക് കരഞ്ഞുകൊണ്ട് പറയാനുള്ള കാര്യം, ഞങ്ങളെ ഒരുപാട് രീതിയിൽ ദ്രോഹിച്ചിട്ടുണ്ട്. ഈ 10 രൂപ ബസ് ഇറക്കിയും, സ്വിഫ്റ്റ് എന്ന് പറഞ്ഞാൽ 10 രൂപ ബസ് ഇറക്കിയും, അതുപോലെ തന്നെ ഞങ്ങൾക്ക് ടാക്സ്, ഇൻഷുറൻസ്, പിന്നെ ഞങ്ങൾക്ക് ഈ ഫിനാൻസ് എടുത്ത് ഓടിയ ഒരു ഇഷ്ടംപോലെ ഉണ്ട് വണ്ടി, ഇഷ്ടംപോലെ ആട്ടോ തൊഴിലാളികളുണ്ട്. അവർക്കെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടായ സാഹചര്യത്തിൽ നടക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഒരു പ്രയോജനമില്ലാത്ത നവകേരള യാത്ര എന്തിന്? ആർക്ക് വേണ്ടി? ഇതേപോലെ ഒരാളും 75 കോടിയോ ഇതേപോലെ ഒരു മുഖ്യമന്ത്രി, ഇതുപോലെ ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ ഇത്രയും ആഡംബരമായിട്ട് ഭരിച്ചിട്ടില്ല. നവകേരള യാത്രയെ പറ്റി പറയുകയാണെങ്കിൽ ഈ നാടിനൊരു ഗുണമില്ലാതെ വെറുതെ സഞ്ചരിക്കുന്ന ഒരു യാത്ര എന്ന് മാത്രമേ പറയാൻ പറ്റൂ. ഇപ്പം ഇന്നലെ തന്നെ മുഖ്യമന്ത്രി ഒരു പ്രസ്താവന നടത്തി. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കടങ്ങൾ, ഈ കടം മുഴുവനും ഈ ജനങ്ങളെ ബോധ്യപ്പെടുത്താനാണ് ഈ യാത്ര എന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. പിന്നെ കുറച്ച് ആർഭാടഭരിതമായിട്ടുള്ളൊരു യാത്ര, ഇത്രയൊക്കെ തന്നെയാണ് ഈ നവകേരള യാത്ര. അല്ല, നവകേരള യാത്ര കൊണ്ട് ജനങ്ങൾക്ക് യാതൊരുവിധ ഗുണമുണ്ടാവുമെന്ന് തോന്നുന്നില്ല. ഗുണത്തിന് വേണ്ടിയുമല്ല. ഈ വരുന്ന അടുത്ത പാർലമെൻറ്റ് ഇലക്ഷനിൽ കുറച്ച് വോട്ട് സംഘടിക്കുക, അത് ജനങ്ങളുടെ ഇടയിൽ ഇല്ലാത്ത കുറച്ച് വാഗ്ദാനങ്ങളും മറ്റും നൽകി, അല്ലെങ്കിൽ ഇങ്ങനെ നവകേരള സദസ്സ് സംഘടിപ്പിച്ചിട്ട് അതിൽ കൂടെ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന കാര്യമാണെന്ന് വരുത്തി തീർത്തുകൊണ്ട് കുറച്ച് ഇലക്ഷന് കുറച്ച് വോട്ട് പിടിക്കുക, അങ്ങനെയുള്ളൊരു സാങ്കേതികമായിട്ടുള്ള ഒരു സമീപനമാണ് ഇത് നടത്തുന്നത്. മുഖ്യമന്ത്രിയെ തടയാൻ കരിങ്കൊടി കാണിക്കുന്നവരെ പോലീസും DYFI ഗുണ്ടകളും ചേർന്ന് വർദ്ധിക്കുക. അപ്പോൾ അതൊരു കരിങ്കൊടി പ്രതിഷേധത്തിനെതിരെ പ്രതികരിക്കുക. തിരിച്ച് ഗവർണറെ കരിങ്കൊടി കാണിക്കുന്നവർക്ക്
നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ സപ്പോർട്ട്. നമ്മൾ കണ്ടില്ലേ SFIയിലെ വിദ്യാർത്ഥികളെ പിടിച്ചുകൊണ്ട് പോയത്. വരുമെന്ന് പറഞ്ഞ് വിളിച്ച് അടുത്തിരുത്തി കാര്യം പറഞ്ഞാണ് കൊണ്ടുപോകുന്നത്. തിരിച്ച് ഈ മറ്റു പ്രതിഷേധിക്കുന്നവരെന്താണ് ചെയ്യുന്നത്? ഒരു വർദ്ധിച്ചവശ DYFI ഗുണ്ടകളും കൂടെ ചേർന്നല്ലേ വർദ്ധിച്ചവശരാക്കുന്നത്. അപ്പോൾ ഇത് ഒരു കരിങ്കൊടിക്ക് തന്നെ 2 സമീപനം. ഈ SFI പ്രസ്ഥാനം തന്നെ പണ്ട് കരിങ്കൊടിയും കാണിച്ചൊക്കെയല്ലേ വളർന്നു വന്നത്. അപ്പോൾ ഒരേ സമയം 2 സമീപനം, അത് വിരോധാഭാസമാണ്. അത് ജനങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഇതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാവും എന്താണെന്നല്ല. ഇതൊരു വ്യത്യസ്തമായ യാത്ര തന്നെയാണിത്. രാജ്യത്തിലെ ഏറ്റവും നല്ല യാത്ര എന്ന് ഉദ്ദേശിക്കുന്നത് മനസ്സിലാവും എന്താണെന്ന്. രാജ്യത്ത് ഏറ്റവും വ്യത്യസ്തമായ യാത്രയായിട്ട് ജനങ്ങളിത് അംഗീകരിക്കുന്നു. ഉദ്ദേശിക്കുന്നത് അംഗീകാരമല്ല, എതിർപ്പാണ്. ജനങ്ങളത് മനസ്സിലാക്കുന്നുണ്ട്. എന്താണ്? എൻ്റെ പേര് പ്രദീപ് എന്നാണ്. ഞാൻ തിരുമലവാസിയാണ്. അപ്പോൾ നവകേരള യാത്ര അത് ജനങ്ങൾക്ക് ഉതകുന്നതല്ല, അത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നൊരു കാര്യമാണ്. ഭയങ്കര പരസ്യമാണ് അതിൽ വന്നിരിക്കുന്നത്. ആ പരസ്യങ്ങൾ മാത്രം മതി ജനങ്ങളുടെ ആവശ്യങ്ങൾ അതിൽ നിന്ന് നിറവേറാം. പിന്നെ നവകേരളത്തെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ അത് നല്ലതായിക്കോട്ടെ ചീത്തയായിക്കോട്ടെ എങ്കിൽ തന്നെയും ജനങ്ങളെ ബുദ്ധിമുട്ടുകൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതം എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. നമ്മൾ സാധാരണ ആൾക്കാരാണ്. നമ്മുടെ ജീവിതം ഇന്ന് വിലക്കയറ്റവും മറ്റുള്ള പല സാധനങ്ങളെ വിലക്കയറ്റം, മറ്റുള്ള പെൻഷൻ കൊടുക്കാൻ പറ്റുന്നില്ല, അതെല്ലാം ജനങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അവർ നിത്യവൃത്തി ചെയ്യുന്നത് തന്നെയാണ്. ആഹാരം വാങ്ങിക്കാനോ മരുന്ന് വാങ്ങിക്കാനോ അന്ന് അവർക്ക് കഴിയുന്നില്ല. ജനങ്ങൾ വളരെ കഷ്ടപ്പാടിലും ദുരിതത്തിലും ജീവിക്കുകയാണ് നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ. ഇനി അത് ഇപ്പോൾ ചെയ്യുന്ന ഭരണകർത്താക്കൾ അത് മനസ്സറിഞ്ഞ് ജനങ്ങളെ കൂടുതലായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ജനങ്ങൾക്ക് എന്തെല്ലാം വേണമെന്ന് ഒരു പ്രത്യേകിച്ച് ഒരു ടീമിനെ നിയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള കേരളത്തെ എങ്ങനെ മുൻപോട്ട് നേരത്തെയുള്ള പാർട്ടി പ്രവർത്തകർ അല്ലെങ്കിൽ മന്ത്രിമാർ എങ്ങനെ കൊണ്ടുപോയി ആ രീതിയിൽ കൊണ്ടുപോകാനുള്ള ഒരു മനോഭാവം വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരുപാട് കോടികൾ ചിലവഴിച്ചാണ് നവകേരള യാത്ര, വലിയ വാഹനങ്ങൾ, കോടികൾ, 1 കോടി 10 ലക്ഷം രൂപയുടെ വാഹനമാണ് ഇതിനു വേണ്ടി പ്രത്യേകിച്ച് നിയോഗിച്ചിട്ടുള്ളത്. അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? ഇന്ന് കേരളത്തിലെ ജനങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടല്ലോ. ആ വാഹനത്തെയൊക്കെ മാറ്റി നിർത്തി പാവപ്പെട്ടവർക്ക് വേണ്ടി കൂടുതലായി പുതിയ കാര്യങ്ങൾ ചെയ്യുകയും മറ്റ് മന്ത്രിമാർ നേരിട്ട് തന്നെ അത് ജനങ്ങൾക്ക് വേണ്ടി ഉതകുന്ന MLA-മാരും മന്ത്രിമാരെല്ലാവരും നേരിട്ട് തന്നെ അത് ചെയ്ത് തീർക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. സ്കൂളിലെ മതിലുകൾ ഇടിച്ചിടാക്കാം. പിന്നെ കുട്ടികളെ നിർത്തി അവരെ കൊണ്ട് വെയിലത്ത് നിർത്തി പല കാര്യങ്ങൾ ചെയ്യിക്കുന്നു. നവകേരളത്തിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് കുട്ടികളെ വരെ ഉപയോഗിച്ച് അത് പഠിക്കാനുള്ള കുട്ടികളെ ഇതിനു വേണ്ടി കേരള നവയാത്രയ്ക്ക് വേണ്ടി അവരെ ഇതിലേക്ക് ഇറക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. അത് കുട്ടികളെ മനസ്സുകളെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ആ വെയിലത്ത് നിർത്തി അവരെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അത് തെറ്റാണ്. i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.